നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മൾ സ്ക്രീൻഷോട്ട് എടുക്കുന്ന ആളുകളാണ്. പല മൊബൈൽ ഫോണിലും സ്ക്രീൻഷോട്ട് എടുക്കാൻ ഒരുപാട് മെത്തേഡുകളുണ്ട്. ചില മൊബൈൽ ഫോണിൽ ഇതുപോലെ 3 വിരൽ ഉപയോഗിച്ച് വലിച്ചു കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് എടുക്കാൻ സാധിക്കും. ചില മൊബൈൽ ഫോണിൽ വോളിയം ബട്ടണും പവർ ബട്ടണും ഒരുമിച്ച് ക്ലിക്ക് ചെയ്താൽ സ്ക്രീൻഷോട്ട് എടുക്കാൻ സാധിക്കും. ഇങ്ങനെ ഒരുപാട് മെത്തേഡുകളുണ്ട്. പക്ഷേ നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് അതൊന്നുമല്ല. നമ്മളെടുക്കുന്ന സ്ക്രീൻഷോട്ടിൽ ഒരുപാട് ഫീച്ചറുകൾ, അതായത് ആ ഒരു സ്ക്രീൻഷോട്ട് നമ്മൾ എടുക്കുമ്പോൾ നമ്മുടെ ഗാലറിയിൽ സേവ് ആകില്ല. നമുക്ക് ആവശ്യമില്ലാത്ത തിരഞ്ഞു പിടിച്ച് പെട്ടെന്ന് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. മാത്രമല്ല, നമ്മൾ ഏതെങ്കിലും സ്വകാര്യമായിട്ടുള്ള അല്ലെങ്കിൽ സീക്രട്ട് ആയിട്ടുള്ള സ്ക്രീൻഷോട്ട് എടുക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഒളിപ്പിച്ച് വെക്കാൻ സാധിക്കും. അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്ന ഒരു സ്ക്രീൻഷോട്ട്, അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത്. തീർച്ചയായിട്ടും വീഡിയോ ഉപകാരപ്പെടും. വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കുക. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇനി എങ്ങനെയാണ് നമുക്കത് സ്ക്രീൻഷോട്ട് എടുക്കാൻ നോക്കാം. ഞാനിവിടെ ഇപ്പോൾ ഏതെങ്കിലും ഒരു മെസ്സേജ്, ഇപ്പോൾ വാട്സപ്പിൻ്റെ ഇൻ്റർഫേസ് ഞാനൊന്ന് സ്ക്രീൻഷോട്ട് എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഇത് ഞാനിവിടെ സ്ക്രീൻഷോട്ട് എടുക്കുകയാണെങ്കിൽ, ഈ സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടി ഇവിടെ ചെറിയൊരു ഐക്കൺ നമ്മുടെ മൊബൈൽ ഫോണിൽ കാണാൻ സാധിക്കും. ഈ ഐക്കൺ നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി വെക്കാം. ജസ്റ്റ് അതിനകത്ത് ക്ലിക്ക് കൊടുത്താൽ മതി. സ്ക്രീൻഷോട്ട് റെഡിയായി. ഇനി നമുക്ക് ഈ പ്രൈവറ്റ് സ്ക്രീൻഷോട്ട് എന്നുള്ള ഈ ഒരു ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് സ്ക്രീൻഷോട്ടുകൾ കാണാൻ സാധിക്കും. നമ്മുടെ ഗാലറിയിൽ കാണാൻ സാധിക്കില്ല. ഇനി നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ വെച്ച് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഈ സ്ക്രീൻഷോട്ടിന് മുകളിൽ ഏതെങ്കിലും മെസ്സേജ് ടൈപ്പ് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് സ്ക്രീൻഷോട്ടിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ സ്ക്രീൻഷോട്ടിന് നേരെ താഴെ കാണുന്ന 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് എഡിറ്റ് നോട്ട് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഇവിടെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ടൈപ്പ് ചെയ്ത് നോട്ട് ചെയ്ത് സേവ് ചെയ്ത് വെക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ആ സ്ക്രീൻഷോട്ട് പിന്നെ എടുക്കുമ്പോൾ ഇതെന്തിനു വേണ്ടി സ്ക്രീൻഷോട്ട് എടുത്തതാണെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ സാധിക്കും. അതായത് നമ്മൾ സാധാരണ സ്ക്രീൻഷോട്ട് എടുക്കുന്ന അത്രയും കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് ഇതിനകത്ത് ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇവിടെ റെഡിയായി വരും. മാത്രമല്ല, നമുക്ക് ഈ പ്രൈവറ്റ് സ്ക്രീൻഷോട്ട് എന്നുള്ള ഈ ഒരു ഭാഗം നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്തൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ ഏറ്റവും മുകളിൽ ക്യാമറയുടെ ചിഹ്നം കാണും. ഈ ക്യാമറ ഉപയോഗിച്ച് നിങ്ങൾ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഫോട്ടോയും ഇത്തരത്തിൽ ഗാലറിയിൽ കാണില്ല. അതായത് നമ്മളെടുക്കുന്ന ഫോട്ടോ നമുക്ക് ഫ്രണ്ട് ക്യാമറയോ ബാക്ക് ക്യാമറയോ വേണമെങ്കിൽ സെറ്റ് ചെയ്ത് വെക്കാൻ സാധിക്കും. ഇവിടെ ഫ്രണ്ട് ക്യാമറ വേണമെങ്കിൽ ഇത് ക്ലിക്ക് കൊടുത്താൽ മതി. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഫോട്ടോ എടുത്താൽ ഈ ഫോട്ടോ, നമ്മളെടുക്കുന്ന ഫോട്ടോ നമ്മുടെ ഗാലറിയിൽ കാണില്ല. ആരെങ്കിലുമൊക്കെ നിങ്ങൾ ഇതുപോലെ ഫോട്ടോ എടുത്ത് നിങ്ങളുടെ ഗാലറി ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഗാലറിയിൽ ആ ഫോട്ടോ കാണില്ല. നമ്മളെടുത്ത ഫോട്ടോ നമ്മൾ ഈ ഒരു ആപ്പിനകത്ത് കാണാൻ സാധിക്കും. ഇനി ഈ ഫോട്ടോ നിങ്ങളുടെ ഗാലറിയിൽ കാണുന്നുണ്ടെങ്കിൽ ഈ ഫോട്ടോക്ക് താഴെ കാണുന്ന 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് ഇവിടെ മൂവ് ടു ഗാലറി എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഇവിടെ മൂവ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ഫോട്ടോ നമ്മുടെ ഗാലറിയിലും കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ആരെങ്കിലും രഹസ്യമായിട്ട് ഫോട്ടോ എടുക്കുമ്പോൾ പെട്ടെന്ന് ആരെങ്കിലും പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഗാലറി ചെക്ക് ചെയ്ത് ഈ ഫോട്ടോ ഇതിലൂടെ എടുത്താണെന്ന് കാണാൻ സാധിക്കില്ല. അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൈവറ്റ് സ്ക്രീൻഷോട്ട്. ഇതൊരു ആപ്പാണ്. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഈ ഒരു ആപ്പ് നമ്മൾ ആദ്യമായിട്ട് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ കാണിക്കും. ഇവിടെ ഏറ്റവും മുകളിൽ ടേക്ക് സ്ക്രീൻഷോട്ട് വിത്തൗട്ട് ദെൻ നൗവിങ് എന്നുള്ള ഓപ്ഷൻ കാണും. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ പോപ്പപ്പ് വരും. ഇനി പോപ്പപ്പ് വന്നില്ലെങ്കിലും പേടിക്കണ്ട. ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് ആ ഒരു ആപ്പിൻ്റെ പേര് ഇവിടെ കാണാൻ സാധിക്കും, പ്രൈവറ്റ് സ്ക്രീൻഷോട്ട് എന്നുള്ളത്. അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യാൻ ഈ ഭാഗം ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. എനേബിൾ ചെയ്ത് കൊടുത്തതിന് ശേഷം ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലൊരു പോപ്പപ്പ് ചോദിക്കും. സ്റ്റാർട്ട് നൗ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ബബിൾ, നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ബബിൾ നമ്മുടെ സ്ക്രീനിൽ കാണാൻ സാധിക്കും. ഈ ബബിൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് സ്ക്രീൻഷോട്ട് എടുക്കാൻ സാധിക്കുന്നത്. ഇനി ഇത് ആവശ്യം കഴിഞ്ഞാൽ വേണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ബബിൾ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ആപ്പ് ഇതുപോലെ ഒന്നുകിൽ ലോങ് പ്രസ് ചെയ്ത് ആപ്പ് ഇൻഫോ ക്ലിക്ക് ചെയ്ത് ഇവിടെ നിങ്ങൾ ക്ലിയർ ഡാറ്റ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം ഡിലീറ്റ് ചെയ്ത് കളയാൻ സാധിക്കും. ഇവിടെ നിന്ന് യൂസ്ഫുൾ ആണ്, നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇതുപോലുള്ള വ്യത്യസ്ത മാർഗ്ഗങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.